ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മോർണിംഗ് ആണ് വീഡിയോ ഇടുന്നത്. ഞങ്ങളപ്പുറത്തെ വീട്ടിൽ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട്. എന്താ പറയണപ്പം അങ്ങനെ എന്തൊക്കെയാണ് കറക്റ്റായിട്ട് നമുക്കറിയില്ല. അപ്പം ഞാനത് നല്ല രസം തോന്നിയപ്പോൾ അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അവരെന്തോ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനതിങ്ങനെ കുറേ ഷൂട്ട് ചെയ്തെടുത്ത് നിങ്ങളെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? അപ്പം ഇന്ന് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഒരു ഔട്ടിംഗ് ഉണ്ട് വെച്ചാൽ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാനുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ ആക്കാലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അവരെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് ഇന്നൊന്ന് തൃശ്ശൂർ പോകണം. തൃശ്ശൂർ പോയി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ വരുന്ന വഴി തന്നെ ഞങ്ങൾ മണ്ണുത്തിയിൽ കയറി. അപ്പം ഞങ്ങൾ കുറച്ച് തൈകളൊക്കെ ഇങ്ങനെ നോക്കാൻ വേണ്ടി വെച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ പ്ലാവ് കണ്ടു, റംബൂട്ടാൻ ആഗ്രഹിച്ചിട്ട് പോയതാ. പക്ഷേ കുറേയൊക്കെ നോക്കി. നല്ല തൈയാണ്, 3 വർഷത്തിൽ കായ്ക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കിയതാണ് കയറിയിട്ട്. പിന്നെ പ്ലാവ് നോക്കി, വരിക്കച്ചക്കയാണ്. അപ്പോൾ അതൊക്കെ നോക്കി. പിന്നെ റംബൂട്ടാനെ നോക്കി. പിന്നെ ഒരു തരം സൈസ് ഒട്ടുമാവ് ഉണ്ടായിരുന്നു. അത് നല്ല മാങ്ങയാണ്. അത് നല്ല ചെറിയ മാങ്ങയിൽ തന്നെ എല്ലാം പഴുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് നോക്കി. പിന്നെ കിഴങ്ങ് അങ്ങനത്തെ നോക്കി. റംബൂട്ടാന് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഓരോ തൈ ഓരോന്നിന്ന് മേടിച്ചു. കൊടുന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ഇരിക്കുമെന്നറിയില്ല. എന്നാലും അങ്ങനെ നോക്കി കുറച്ച് തൈകളൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല പ്രകൃതി രമണീയത എന്ന് പറയുന്നില്ലേ, അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്കെത്തി. എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉമ്മയുടെ സ്പെഷ്യലും കുറച്ച് കടയിൽ നിന്ന് മേടിച്ചതും ഒക്കെ കൂടി ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു. അതിൻ്റെ ഇടയിൽ മോളുടെ കളിയാണ് കേട്ടോ. അതിനെപ്പോഴും ഉള്ളതാണ്. അങ്ങനെ ഞങ്ങളൊക്കെ തന്നെ ഉള്ളു, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു. കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. അറേഞ്ച്മെൻറ്റ്സ് ഇത്രയൊക്കെ തന്നെ ഉള്ളു. വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ലേ ഉള്ളൂ. അത് കാരണം കൊണ്ട് കേക്ക് കട്ടിങ്ങും ഭക്ഷണവും അതൊക്കെ തന്നെ. അപ്പം ഞങ്ങൾ കേക്ക് മുറിക്കണേ, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, പതിവ് പോലെ തന്നെ. അങ്ങനെ ആ ഒരു വർഷം അങ്ങനെ കടന്നുപോയി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കട്ടിങ്ങും കൊടുക്കലും വാങ്ങലും ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നല്ല ഫുഡും കഴിച്ച് വൈകുന്നേരത്തെ അതായിരുന്നു കേട്ടോ, പരിപാടിയായിരുന്നു കേട്ടോ. ഉച്ചക്ക് വൈകുന്നേരം സ്കൂളിലെ സമയമല്ലേ, അപ്പോൾ വൈകുന്നേരത്തെ പരിപാടിക്ക് ഇതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എന്താ വേണ്ടത്? എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ബായ്.